പൈസ വരും. ഈ പടം എന്തായാലും പൈസ വരും, ഗ്യാരണ്ടിയാണ്. ഈ പടത്തിനകത്ത് അതുപോലെ നമുക്ക് ചിരിക്കാനുള്ള സാധനമുണ്ട്. ഇവിടെ എന്തുവാടാ ഈ പടത്തിൽ, എന്റെ പൊന്നോ. കോമഡി എന്ന് പറഞ്ഞാൽ മറ്റേ മാലപ്പടക്കം പൊട്ടണ വരിക, പടപടാന്ന് കോമഡീസാണ്, സിറ്റുവേഷണൽ കോമഡീസാണ്. നമുക്കെല്ലാം മനസ്സിലാവുന്ന. കാരണം ഞാൻ ഒരു കല്യാണം കഴിച്ചവരാണ്. കല്യാണം കഴിക്കുക ഒരു വീട്ടിൽ നമ്മുടെ എല്ലാവരും കുടുംബത്തിൽ ഒരു കല്യാണത്തിൽ നടന്നിട്ടുണ്ടാവും. ആ കല്യാണത്തിനുണ്ടാവുന്ന തിരക്കുകളും ആ കല്യാണത്തിനുണ്ടാവുന്ന സിറ്റുവേഷനായിട്ടുള്ള കോമഡീസാണ് ഈ പടത്തിൽ ആണ് കൂടുതൽ കാണിച്ചേക്കണത്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കണ കുറേ കാര്യങ്ങൾ, ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ, രണ്ട് കുടുംബത്തിൽ, ഇതൊരു കുടുംബം ഈ കുടുംബത്തിലെ പെണ്ണിനെ ഈ കുടുംബത്തിൽ ചെറുക്കൻ കെട്ടണം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ചെറുക്കൻ്റെ കുറേ കൂട്ടന്മാർ, ഈ പെണ്ണിൻ്റെ ബന്ധുക്കാർ, വീട്ടുകാർ, ചെറുക്കൻ്റെ കുടുംബത്തിൻ്റെ അവരുടെ വീട്ടുകാർ, പെണ്ണിൻ്റെ ആങ്ങളുടെ ഒരു കഥ, പെണ്ണിൻ്റെ കല്യാണ പെണ്ണിൻ്റെ കുറച്ച് ബാക്ക് ഡ്രോപ്പ്, കല്യാണ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ, അതായത് കല്യാണം കഴിക്കാൻ പോണ ആളുടെ നാത്തൂൻ്റെ, അതായത് അളിയൻ്റെ. പിന്നെ ഭയങ്കരമായിട്ട് പറയാനുള്ളത് അളിയനും ബന്ധമുണ്ട്. മച്ചാനെ അളിയൻ ബന്ധം എന്ന് പറഞ്ഞത് വേറെ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സാധനവും ഇതിനകത്ത് ഭയങ്കര കാണിക്കുന്നുണ്ട്. ഒരു അളിയൻ ഭയങ്കര റിലേഷനായിട്ടുള്ള ഒരു അളിയൻ, ഭയങ്കര സ്നേഹമുള്ള ഒരു അളിയൻ. അപ്പം എൻ്റെ അളിയൻ കാണണോട്ടത്. അപ്പോൾ അളിയൻ ബന്ധമുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു പൃഥ്വിരാജ് ഷോ, പിന്നെ ബേസിലും പൃഥ്വിരാജിൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ത്രൂ ഔട്ട് ഷോ. അതിനകത്ത് അനശ്വര ഇവരെല്ലാം ഒരു മെയിൻ ബോഡിക്ക് വെച്ചാണ് കുറച്ച് എന്താ പറയുക, ഇപ്പോൾ സാമ്പാറുണ്ടാക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞ ഉരുളക്കിഴങ്ങാണ് അനശ്വര, മുരിങ്ങാക്കോലാണ് നമ്മുടെ എന്താ അവളുടെ പേര്, അയ്യോ പേരിട്ടു പോയില്ല, എന്തുവാടേ അഖിലേ മനസ്സിലായില്ല. ആ പെണ്ണ് പൃഥ്വിരാജിനെ വാരിയിട്ട് അഭിനയിക്കാൻ വേണ്ടി പേര് വിട്ടുപോയില്ല. അത് അങ്ങനെയുള്ളൊരു പടം, മനസ്സിലായോ. കോമഡിയാണ്, ത്രൂ ഔട്ട് കോമഡി, സിറ്റുവേഷണൽ കോമഡീസ്. അപ്പം നമുക്കൊരു ഭയങ്കര ടെൻഷൻ, ഞാൻ ഇന്നത്തെ ദിവസം ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര ഇതായിട്ടിരുന്ന മനുഷ്യനാണ്. പടം പോയി കണ്ടു, നമ്മുടെ ആ ടെൻഷൻ മാറി, നമ്മൾ ഹാപ്പി ആയി ചില്ലായി, ഇപ്പം നമ്മുടെ മൂഡ് മാറി. അത് ആ പടത്തിൻ്റെ ഒരു മാജിക്കാണ്, ആ പടത്തിൻ്റെ ഒരു കഴിവാണ്. നമ്മൾ എത്ര ഡൗൺ ആയിട്ടിരുന്നാലും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുക, ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുകയല്ല, നമുക്ക് ഇങ്ങനെ ആ പടത്തിൻ്റെ സിറ്റുവേഷനായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ചിരി കൊടുക്കുന്നത്, വലിയ ചിരി കൊടുക്കുന്നത്, ഭയങ്കര പൊട്ടിച്ചിരി കിട്ടാൻ പാകത്തിന് അങ്ങനത്തെ സാധനങ്ങൾ. ഫുൾ സർക്കാസമാണ് ഒരുപാട് മൂവീസിൻ്റെ സർക്കാസം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ക്ലൈമാക്സിൽ ഈവൻ നന്ദനത്തിൻ്റെ വരെ സ്പൂഫ് ഒരു സർക്കാസം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകളുടെ സർക്കാസം ഉണ്ട്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ കുറേ സിനിമകളുടെ സർക്കാസം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രിയദർശൻ്റെ വെട്ടം സിനിമയ്ക്ക് ശേഷം, പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ പറഞ്ഞ കറക്റ്റാണ്, വെട്ടത്തിന് ശേഷം ഇത്രയും വലിയൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ, ലൂസിഫറിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ ക്ലൈമാക്സിൽ എല്ലാ ആൾക്കാരോടും ഒരുമിച്ച് വന്നിട്ട് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ക്ലൈമാക്സിന് ഇട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഒരു ക്ലൈമാക്സ് ബൂസ്റ്റപ്പായി പോണ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് നായകനും വില്ലനൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നുറുങ്ങ് ഹാസ്യ വില്ലന്മാരാണ് പണ്ടത്തെ സിനിമകളിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളെല്ലാവരും കൂടി വന്ന് ക്ലൈമാക്സിന് കൊഴുക്കണതും, ആ ക്ലൈമാക്സിലുണ്ടാകുന്ന, ഇപ്പോൾ വെട്ടത്തിലാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമർ പിടിക്കുന്ന സീനൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുറേ സീനുകളൊക്കെ ഉള്ള ആ പടത്തിനെ കുറേ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പടം ത്രൂ ഔട്ട് ആൻഡ് ഔട്ട് നമുക്ക് എപ്പോൾ കണ്ടാലും ഇപ്പോഴും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മൾ ടി വിയിൽ വന്നാൽ കാണുന്ന സിനിമയാണ് വെട്ടമൊക്കെ. ആ ഒരു കാറ്റഗറിയിലേക്ക് വയ്ക്കാവുന്ന ഒരു ത്രൂ ഔട്ട് എലമെൻ്റുള്ള ഒരു നമുക്ക് ഫാമിലി എൻ്റർടൈനർന്ന് എടുത്ത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഈ പടത്തിൻ്റെ ഗുരുവായൂർ എന്നുള്ള സാധനം മൊത്തം സെറ്റിട്ടാണെന്ന് പറയുന്നുണ്ട്. അത് ആ സെറ്റ് പറഞ്ഞതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ പടത്തിൽ ആ സെറ്റാന്നുള്ളത്. എനിക്ക് ആ ഒരു സജഷൻ മാത്രം, ഒറ്റ സജഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെഡ്ഡിങ് സോങ് ഉണ്ട്, അത് കുറച്ചും കൂടി നമുക്കൊരു ഇമ്പാക്റ്റ് കൊടുത്തിരുന്നില്ല, കുറച്ചും കൂടി. ഇപ്പം നമ്മൾ ചെക്കൻ്റെ കല്യാണം കളറാക്കണം ആ പാട്ട്, പിന്നെ അതുപോലെ മറ്റേ ഹണീബിയിലെ പാട്ട്, അത് കല്യാണ പാട്ട്, അതൊക്കെ നമുക്ക് ഭയങ്കര എപ്പോഴും മെമ്മറീസ് ഉള്ള പാട്ടാണ്. അപ്പം അതുപോലൊരു പാട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നൊരു സജഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ത്രൂ ഔട്ട് പടം എൻ്റർടൈനറാണ്. തുടക്കത്ത് കൊടുക്കണ കുറേ അതിനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നുണ്ട്, BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നുണ്ട്. അതായത് തുടക്കത്തിൽ ഒരു ഹാഫ് ടൈം വരെ ആ ഒരു സാധനമാണ് കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ ഭയങ്കര എൻ്റർടൈനിങ് ആണ് അത്. ബേസിലിൻ്റെ കുറേ എക്സ്പ്രഷൻ കുറേ ഇതൊക്കെ വരുമ്പോൾ ആ ബീജത്തിനോട് ലയിച്ച് നല്ല ഭയങ്കര മാച്ചായിട്ടാണ് പോണത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ആ BGM കൊള്ളായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ്
നമ്മുടെ കൃഷ്ണ 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 ഗോപി കൃഷ്ണ ആ പാട്ടില്ലേ, ആ പാട്ടും സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. ആ പാട്ടും നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ടും ഭയങ്കര മാച്ചായിട്ട് വന്നു. ഇതിനകത്ത് വന്നാണ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഭയങ്കര മാച്ചിങ് ആണ്. എല്ലാം ഒരു സിറ്റുവേഷനായിട്ട് വന്ന് ആ സിറ്റുവേഷനിൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിനു വേണ്ടി ഇങ്ങനെ കുത്തി നിറച്ച് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. എല്ലാം ഭയങ്കര സിറ്റുവേഷനായിട്ട് വന്ന കാര്യങ്ങളും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നി പടം ത്രൂ ഔട്ട്. പടം കൊള്ളാം, മസ്റ്റ് വാച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് തിയേറ്റർ വാച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. തിയേറ്ററിൽ നമുക്ക് നാളെ ഒരു 4 മാസം കഴിയുമ്പോൾ OTT വരുമ്പോഴാണെങ്കിലും ഈവൻ ഡിസ്നി ഹോട്ട്സ്റ്റാർ എടുക്കും പടം, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ഞായറാഴ്ചയ്ക്ക് ഇരുന്ന് അടുത്ത ഓണത്തിനൊക്കെ വീട്ടിലിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ പടം അതിന് മുമ്പ് നിങ്ങളൊന്ന് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കണ്ട് നമുക്കൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. പൃഥ്വിരാജിന് കുറച്ച് കാശ് കൊടുക്കുക, സുപ്രിയയ്ക്ക് കുറച്ച് കാശ് കൊടുക്കുക. പ്രൊഡക്ഷനിൽ ഇവർ എപ്പോഴും സക്സസ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കാരണം നല്ല സിനിമകൾ നോക്കിയെടുക്കുക. വിപിൻ ദാസിൻ്റെ ജയ 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 ഹേക്ക് ശേഷം ഉള്ള വളരെ വൃത്തിയുള്ളൊരു സിനിമ, വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ സജഷനിൽ ആ ഒരു പാട്ടിൻ്റെ പോരായ്മ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതും കുറച്ച് ഹമ്മിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും എനിക്കത് അത്ര കുറച്ചുകൂടി എനിക്കൊന്ന് മറ്റുള്ള പാട്ടുകളൊക്കെ കുറച്ചുകൂടി കണക്റ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ലൈവിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ അങ്ങനത്തെ കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഓവറോൾ ഔട്ട് ആൻഡ് ഔട്ട് ഇപ്പം എൻ്റെ സന്തോഷം കണ്ടില്ലേ, ഞാൻ ഭയങ്കര ഡെസ്പായിട്ട് പോയതാണ്, എൻ്റെ സന്തോഷം കണ്ടില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അത്ര നന്നായിരുന്നു പടം. അപ്പോൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു പടമാണ്, ഫാമിലി ആയിട്ട് പോയി കാണേണ്ട പടമാണ്. അപ്പോൾ ഓക്കെ, തിരിച്ചു വരാം.